വെൽക്കം ടു CMR Learn Stuff. ഇന്നത്തെ ക്ലാസ്സിൽ പോയട്രിയുടെ ലാസ്റ്റ് സെക്ഷനായിട്ടുള്ള 17th സെഞ്ച്വറിയിലെ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ്, ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് 17th സെഞ്ച്വറി മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്, എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് ഇവരുടെ പോയട്രിക്കുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യം നമ്മൾ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ ആദ്യത്തെ ഇൻ്റലക്ച്വൽ ആൻഡ് അനലിറ്റിക്കൽ മീൻസ് ഇപ്പോൾ നമ്മൾ നോർമലി നമ്മളൊരു പോയം എടുത്ത് വായിക്കുന്ന സമയത്ത് ചില പോയംസ് സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ വളരെ നമുക്ക് ഒരുപാട് റെഫറൻസൊന്നും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അത്രയൊന്നും ഉപയോഗിക്കാത്തൊരു പോയംസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചില പോയംസ് അങ്ങനെയല്ല, ഒരുപാട് ടെക്നിക്കൽ ഡിവൈസസുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് റെഫറൻസസുകളൊക്കെ ആവശ്യമുള്ള കവിതകളാണെങ്കിൽ അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ പോയട്രിക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടായിരിക്കും. മെറ്റാഫിസിക്കൽ പോയട്രി അതിൽ നിന്ന് വ്യത്യാസമാകുന്നത് എങ്ങനെയാണ് എന്നാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ഇൻ്റലക്ച്വൽ ആൻഡ് അനലിറ്റിക്കൽ, അതായത് മെറ്റാഫിസിക്കൽ പോയട്രി പലപ്പോഴും ഡീപ്പ് തിങ്കിങ് ആവശ്യമുള്ളതായിട്ട് തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ക്രിയേറ്റീവ് അനാലിസിസ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മീൻസ് ഒരു പോയട്രിയിൽ പോയറ്റ് വളരെ ഇൻ്റലക്ച്വലായിട്ട് കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ആണെങ്കിലും എന്തൊരു സിമ്പിളായ കാര്യം പറയുകയാണെങ്കിലും കുറച്ചുകൂടി ഫിലോസഫിക്കലായിട്ട് പറയുക, അങ്ങനെയൊക്കെ ആയിരിക്കും ആ കവിത ഉണ്ടായിരിക്കുക. മനസ്സിലായോ? അതായത് നമ്മൾ നോർമലി വായിക്കുന്നത് പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടി ഡീപ്പ് തിങ്കിങ് ആവശ്യമായിരിക്കും ചില കവിതകൾക്ക്. എന്നാൽ സിമ്പിൾ ടോപ്പിക്കാണ് മിക്കപ്പോഴും. നമുക്ക് ചില പോയട്രിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ടോപ്പിക്കായി തോന്നും, പക്ഷേ കുറച്ചുകൂടി ഒരു ഡീപ്പ് തിങ്കിങ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടൊരു അനാലിസിസ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സ്വഭാവ സവിശേഷത മെറ്റാഫിസിക്കൽ പോയട്രിക്ക് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇൻ്റലക്ച്വൽ ആൻഡ് അനലിറ്റിക്കൽ. സെക്കൻഡ് പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് കൺസീറ്റ്സുകൾ, അതൊരു ക്ലെവർ കമ്പാരിസൺസ്. ഇപ്പം നമുക്ക് നോർമലി നമ്മൾ പോയിംസൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ സിമിലേഴ്സും മെറ്റഫേഴ്സൊക്കെ ഉണ്ടായിരിക്കില്ലേ. ഇപ്പോൾ ലൈക്കും ആസൊക്കെ യൂസ് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് സിമിലേഴ്സ്, നമുക്കറിയാം. അതുപോലെ മെറ്റഫേഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് തന്നെ കമ്പയർ ചെയ്യുക. ഇപ്പോൾ ലൈക്കും ആസും അല്ലാണ്ട് തന്നെ കമ്പയർ ചെയ്തൊക്കെ സിമ്പിളായ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പോയട്രിയിൽ നോർമലി സിമിലേഴ്സ് മെറ്റഫേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്ലെവർ കമ്പാരിസൺസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതിന് നമ്മൾ കൺസീറ്റ്സ് എന്ന് പറയുക. അത് ഒരുപാട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇൻ്റലക്ച്വലായിട്ട് തന്നെ അവരത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹെറ്ററോജീനിയസ് ഐഡിയാസ്. മീൻസ് ഇപ്പോൾ നമ്മൾക്കറിയാം ചില കാര്യങ്ങൾ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഒരുമിച്ച് ചേരുക, ഈ രണ്ട് ആശയങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് വരിക നമുക്ക് തോന്നും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സയൻസും മ്യൂസിക്കും, സയൻസ്, ആർട്ട്, മ്യൂസിക് അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആവില്ല എന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഐഡിയാസ് അതെല്ലാം പോയറ്റ്സ് അവരുടെ കവിതകളിൽ കൊണ്ടുവരും. ഒരു അബ്സേർഡ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർബോളിക്കൽ ഇമേജസാണ്. മീൻസ് ഒരു കാര്യത്തെ എക്സാജറേഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് നോർമലി നമ്മൾ ചിന്തിക്കുന്ന ഒരു കവിതയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ മുന്നേ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. കുറച്ചുകൂടി നമ്മൾ പരസ്പരം കണക്റ്റഡ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറൻസ് മെറ്റാഫിസിക്കൽ പോയട്രിക്ക് മറ്റുള്ള പോയട്രിയിൽ നിന്ന് ഉണ്ട്. ഇനി നെക്സ്റ്റ് ഒരു പോയിൻ്റ്, ഇനി ഇങ്ങനെയെല്ലാം എഴുതണമെന്നുണ്ടെങ്കിൽ പോയിൻറ്റ്സിന് ഏതെങ്കിലും ഒരു ഏരിയ മാത്രമുള്ള അറിവ് പോരാ, അവയ്ക്ക് എല്ലാ വ്യത്യസ്തമായ ഫീൽഡിലുള്ള അറിവുകളുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പരം കണക്റ്റഡ് ആക്കി എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോഗ്രഫി, സയൻസ്, മെഡിസിൻ, ക്ലാസിക്കൽ മെത്തോളജി, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഫീൽഡ് ഓഫ് നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഫീൽഡ് ഓഫ് നോളജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ മനസ്സിലാവും. മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എഴുതുന്ന കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയറ്റിന് ഏത് ഫീൽഡിലാണ് അറിവുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ ചിന്തിക്കുന്നത്, അപ്പോൾ അവരുടെ ഒരു ലേണിങ്ങിനെ കുറിച്ചും അവരുടെ സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലാസ്റ്റ് പോയിന്റ്, ദിസ് ടൈപ്പ് ഓഫ് പോയട്രി ക്യാൻ ബി കോംപ്ലെക്സ് ആൻഡ് ഒബ്സ്ക്യൂർ റിക്വയറിങ് ക്ലോസ് അറ്റൻഷൻ ഫ്രം ദി റീഡർ. മീൻസ് ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്നും വായിക്കാൻ പറ്റില്ല, മിക്കപ്പോഴും സംതിങ് അൺക്ലിയർ ആയിരിക്കും. ചില കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് അത്രയധികം പെട്ടെന്ന് എളുപ്പത്തിൽ അങ്ങോട്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു റീഡർ വളരെ നല്ല രീതിയിൽ ഒരു ക്ലോസ് അറ്റൻഷൻ കൊടുക്കണം, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, എന്തായിരിക്കും കവി ഉദ്ദേശിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം, അതിനനുസരിച്ച് നമ്മൾ റെഫറൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു ടൈപ്പ് ഓഫ് പോയട്രിക്ക് ഉണ്ട്.
സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇൻ്റലക്ച്വൽ ആൻഡ് അനലിറ്റിക്കൽ, പിന്നെ അവർ ഉപയോഗിക്കുന്ന കൺസീറ്റ്സുകൾ, ഹെറ്ററോജീനിയസ് ഐഡിയാസ്, അതുപോലെ പോയിറ്റ്സിൻ്റെ സ്കോളർഷിപ്പ് ആൻഡ് ലേണിംഗ്, ദെൻ ലാസ്റ്റ് പോയിൻറ്റ് ഒബ്സ്ക്യൂരിറ്റി. സോ ഇനി ഏതെല്ലാം പോയിൻറ്റ്സ് ആണ് മെറ്റാഫിസിക്കൽ പോയിൻറ്റ്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പോയിൻറ്റ്സ് ആരെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. സോ ഫേമസ് മെറ്റാഫിസിക്കൽ പോയിൻറ്റ്സ് ആണ് ജോൺ ഡെൻ, ജോർജ് ഹെർബർട്ട്, ഹെൻറി വോൺ, ആൻഡ്രൂ മാർവൽ ആൻഡ് റിച്ചാർഡ് ക്രാഷോ. നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ ഇവരെപ്പോഴും തീംസ് ഓഫ് ലവ്, അതുപോലെ സ്പിരിച്വാലിറ്റി, ഹ്യൂമൻ റിലേഷൻഷിപ്സ്, ഇതൊക്കെ അവരുടെ മെയിൻ തീംസ് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇന്നോവേറ്റീവായ കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജാണ് അവർ യൂസ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റൊക്കെ നമുക്ക് ഇവരുടെ കവിതകളിൽ പ്രതീക്ഷിക്കാം. ഇനി മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്ന ടേം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്തത് ഡോക്ടർ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഓഫ് കവലെ എന്ന് പറയുന്ന വർക്കിനകത്താണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പേര് യൂസ് ചെയ്യാൻ കാരണം? അതായത് ഈ പോയറ്റ്സ് ജീവിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് ഒരുപാട് ഇൻ്റലക്ച്വൽ എക്സൈറ്റ്മെൻറ്റുള്ളൊരു കാലഘട്ടം, അതുപോലെ ഇപ്പോൾ സയൻസിലും സൈക്കോളജിയിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്തുള്ള പോയറ്റ്സാണ് ഇവർ. സ്വാഭാവികമായിട്ടും ആ പോയറ്റ്സിൻ്റെ വർക്കിനകത്ത് അല്ലെങ്കിൽ പോയട്രിക്കകത്ത് അവരുടെ റൈറ്റിങ്സിനകത്തൊക്കെ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ ജോൺസൺ ഈ ഒരു പോയറ്റ്സിന്, ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിന് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന ടേം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ പോപ്പുലറൈസ് ചെയ്യുന്നത്. എടുത്ത് പറയുന്ന 2 എക്സാമ്പിൾസാണ് ജോൺ ഡണ്ണിൻ്റെ എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന പോയം, ദെൻ ആൻഡ്രൂ മാർവൽസിൻ്റെ ദ ഡ്രോപ്പ് ഓഫ് ഡ്യൂ എന്ന് പറയുന്നത്. ഇനി മെറ്റാഫിസിക്കൽ പോയിൻറ്റ്സിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. സോ ഫസ്റ്റ് വൺ, ജോൺ ഡൺ. ഹി ഈസ് കൺസിഡേർഡ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ സ്കൂൾ ആൻഡ് ഹി വാസ് എ തിയോളജിയൻ, സ്കോളർ ആൻഡ് പോയറ്റ് നോൺ ഫോർ ഹിസ് കോംപ്ലെക്സ് ആൻഡ് വിറ്റി പോയട്രി. അതായത് മെറ്റാഫിസിക്കൽ പോയട്രിയുടെ അല്ലെങ്കിൽ ദ ഫൗണ്ടർ ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് വേണമെങ്കിൽ പറയാം ജോൺ ഡണ്ണിനെ. സോ അദ്ദേഹം ഒരു തിയോളജിയനാണ്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരു സ്കോളറാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഒരുപാട് കോംപ്ലെക്സ് ആൻഡ് വിറ്റി പോയട്രിയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. സോ അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സുകൾ എന്ന് പറയുന്നത് സ്യൂഡോ മാർട്ടിർ, ദ പ്രോഗ്രസ് ഓഫ് ദ സോൾ ആൻഡ് അനാട്ടമി ഓഫ് ദ വേൾഡ്, എപ്പിത്തലാമിയം, പിന്നെ പോസ്റ്റമസ് പബ്ലിക്കേഷൻസിൽ വരുന്നത് സോങ്സ് ആൻഡ് സോണറ്റ്സ് ആൻഡ് എലജീസ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതുണ്ടായിരിക്കും, അതിനകത്ത് ക്രോണോളജിക്കലി നിങ്ങളിത് മനസ്സിലാക്കുക. ഇതിനകത്ത് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. സോ പോയട്രി ഡിവിഷൻസ്, ഇനി പോയട്രീനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് എമോറസ് പോയട്രി. എമോറസ് പോയട്രി എന്ന് പറഞ്ഞാൽ റിട്ടൺ ഇൻ യൂത്ത്, ഒരു എയർ ആൻഡ് ഏഞ്ചൽസ് എന്ന് പറയുന്നതും അതുപോലെ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന പോയട്രി എമോറസ് പോയട്രി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് വൺ റിലീജിയസ് പോയട്രി, അതിനകത്ത് വരുന്നത് ഹോളി സോണറ്റ്സ്, അതുപോലെ ഹൈം ടു ഗോഡ് ദ ഫാദർ, അങ്ങനെ ചില പോയിംസ് നമ്മൾ റിലീജിയസ് പോയിംസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റ് വൺ സെറ്റാരിക്കൽ പോയിംസ്. ഇതിനകത്ത് ദ പ്രോഗ്രസ് ഓഫ് ദ സോൾ ഒരു സെറ്റാരിക്കൽ പോയമാണ് ജോൺ ഡണ്ണിൻ്റെ. ഇപ്പോൾ അങ്ങനെ പോയട്രി കളക്ഷൻസിനകത്ത് വരുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റു വർക്കുകളും എല്ലാം. എന്നിരുന്നാലും ജോൺ ഡണ്ണിനെ നമ്മൾ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഫാദർ ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി കൺസിഡർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ കോംപ്ലെക്സ്, അതുപോലെ വിറ്റി പോയട്രിക്ക് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ മാത്രമല്ല വളരെ ഫാർ ഫെച്ച്ഡ് ആയിട്ടുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ഇമേജറിയൊക്കെ അദ്ദേഹം യൂസ് ചെയ്യാറുണ്ട്. അതായത് ടിയേഴ്സ് ആസ് ഗ്ലോബ്സ്. ടിയേഴ്സ് ആസ് ഗ്ലോബ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിംബലിസം മെറ്റഫറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ കവിതയിൽ ചില സംഭവങ്ങളെ വളരെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുക. അതിനകത്ത് ഒരുപാട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഇമേജറിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. സോ നെക്സ്റ്റ് വൺ ജോർജ് ഹെർബർട്ട്. അദ്ദേഹം ഒരു റിലീജിയസ് പോയറ്റ് എന്ന് കൂടി പറയാം. So he was a key figure in metaphysical poetry, focusing on spirituality and the Church of England. For example, The Temple, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയാണ് ദ ടെമ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഷോക്കേസ് ക്ലാരിറ്റി, കോൺക്രീറ്റ് ഇമേജറി ആൻഡ് തോട്ട്ഫുൾ കൺസീറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ക്ലാരിറ്റി, കോൺക്രീറ്റ് ഇമേജറി. ഇപ്പോൾ നമുക്ക് റീഡേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന, റിലേറ്റ് ചെയ്യാവുന്ന, റിലേറ്റബിൾ ആയിട്ടുള്ള ഇമേജസാണ് യൂസ് ചെയ്യുക. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയല്ല, കുറച്ചും കൂടി നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. റിലേറ്റബിൾ ആയിട്ടുള്ള ഇമേജസാണ് അദ്ദേഹം പോയട്രിയിൽ യൂസ് ചെയ്യുക. അതുപോലെ തോട്ട്ഫുൾ കൺസീറ്റ്സ്. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. മിക്കപ്പോഴും നമുക്കൊരു സിമ്പിൾ
വേർഡ്സിലൂടെ, സിമ്പിൾ സെൻറ്റൻസിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. സിമ്പിൾ ലൈൻസിലൂടെ നമുക്ക് കാര്യങ്ങൾ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുക, ഒരു ഇന്നർ മീനിങ്ങിലൂടെ എന്നല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവരിഡേ ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. എന്തിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഓവറായിട്ടുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള മെറ്റഫേഴ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് സാധാരണ യൂസ് ചെയ്യുന്ന സിമ്പിൾ ലാംഗ്വേജ്, എവരിഡേ ലാംഗ്വേജൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു പോയട്രിയുടെ ഫീച്ചേഴ്സിൽ ഒന്നാണ്. സോ കോൺക്രീറ്റ് ഇമേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ റിലേറ്റബിളായ, നമുക്ക് ഹ്യൂമൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹം മിക്കപ്പോഴും കൊടുക്കാറുള്ളത്. മിക്കപ്പോഴും അതിനകത്തൂടെ അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നത് ടു കൺവേ സ്പിരിച്വൽ തീംസ്. അദ്ദേഹം ഒരു റിലീജിയസ് പോയറ്റ് ആയതുകൊണ്ട് മിക്കപ്പോഴും ഒരു സ്പിരിച്വൽ തീംസിലൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇൻ്റലിജിബിൾ കൺസീറ്റ്സ്. ഇപ്പം നമ്മൾ നേരത്തെ ജോൺ ഡൊണിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വളരെ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള മെറ്റഫേഴ്സാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. പക്ഷേ അതേസമയം ഇദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോർജ് ഹെർബർട്ട് യൂസ് ചെയ്യുന്ന മെറ്റഫേഴ്സ് വളരെ മീനിങ് ഫുള്ളാണ്, റിലേറ്റബിളാണ്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന തീംസുകളൊക്കെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അതുപോലെ ഒരു ഡിവൈൻ ഫീലിങ്സ് നമുക്ക് എപ്പോഴും തോന്നും. വളരെ സ്വാഭാവികമായ കോൺവെർസേഷണൽ ടോൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ടോട്ടലി ഒരു സ്പിരിച്വാലിറ്റി ഫീൽ ചെയ്യുന്ന സിമ്പിൾ ആൻസറോടെ മീനിങ് കൺവേ ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് പോയട്രിയാണ് അദ്ദേഹം എഴുതുന്നത്. നെക്സ്റ്റ് വൺ, ഹെൻറി വോൺ. ഹി വാസ് എ വെൽഷ് പോയറ്റ് നോൺ ഫോർ ഹിസ് സ്പിരിച്വൽ ആൻഡ് മിസ്റ്റിക്കൽ വർക്ക്സ്. ഇദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ മേജർ ഫീച്ചേഴ്സ് ആയിട്ട് എടുത്ത് പറയുന്നത്, ഫസ്റ്റ് വൺ, റിലീജിയസ് ആൻഡ് മിസ്റ്റിക്കൽ തീംസ്. മിക്കപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗോഡ്, ആ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഫാൻറ്റസി ആൻഡ് ഇമാജിനേഷൻ. ഫാൻറ്റസി ആൻഡ് ഒറിജിനാലിറ്റി, വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ, അതുപോലെ ഇമാജിനേറ്റീവായ കാര്യങ്ങൾ, അതുപോലെ സൂപ്പർ നേച്ചുറൽ എലിമെൻറ്റ്സ്, യുണീക്ക് പേഴ്സ്പെക്റ്റീവ്സ് ആൻഡ് ഐഡിയാസ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതേപോലെ തന്നെ സിംബോളിസംസ്. മിക്കപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് ഹി യൂസസ് നേച്ചുറൽ സിംബൽസ് ടു കൺവേ സ്പിരിച്വൽ ട്രൂത്ത്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നേച്ചറുമായി കണക്ട് ചെയ്തിട്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഹൈലൈറ്റ്സ് ഹിസ് എബിലിറ്റി ടു ക്യാപ്ചർ ദി എസെൻസ് ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഹെൻറി വോണിൻ്റെ പോയട്രിയുടെ ഫീച്ചേഴ്സായിട്ട് എടുത്തു പറയുന്നത്. Then next one, Andrew Marvell. He is considered the last metaphysical poet. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് റൈറ്റേഴ്സ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം പറയുന്നൊരു കാര്യം, ഹി ഡിഡൻറ്റ് ഫോളോ എ സിംഗിൾ ട്രഡീഷൻ. മിക്കപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പോയട്രി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ട്രഡീഷൻ്റെ രീതികളെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളല്ല, മറിച്ച് ബ്ലെൻഡഡ് ട്രഡീഷൻസ് ടു ക്രിയേറ്റ് സംതിങ് ന്യൂ. ഒരു പുതിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ കൊണ്ടുവരും. മീൻസ് ആ ഒരു ട്രഡീഷൻ്റെയും മറ്റുള്ളതിൻ്റെയും തമ്മിൽ കണക്റ്റഡ് ആക്കി, അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളും അത് ഫോളോ ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ അദ്ദേഹം തന്നെ പുതിയതായി എന്തെങ്കിലും ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ പോയട്രി ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഹി സ്റ്റൈൽ ഈസ് ക്ലോസർ ടു ജോൺസൺസ് ദാൻ ഡൺസ്. അതുപോലെ തന്നെ മറ്റുള്ള കവികളുമായി അദ്ദേഹത്തെ ലൈക്ക് ജോൺസൺ, അതുപോലെ ജോൺ ഡൺ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മെറ്റാഫിസിക്കൽ പോയറ്റിൽ. ആദ്യം പറഞ്ഞ് ജോൺ ഡണ്ണിൻ്റെ സ്റ്റൈലുമായിട്ടും അതുപോലെ ജോൺസൺ മറ്റ് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയൊക്കെ മാറ്റി കമ്പയർ ചെയ്തിട്ട് അവരുമായി അവരുടെ സ്റ്റൈലുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതൊക്കെ ആ രീതിയിലൊക്കെ അദ്ദേഹത്തിന് വിലയിരുത്തിയിട്ടുണ്ട്. ദെൻ ഹിസ് പോയട്രി കമ്പൈൻസ്, അല്ലെങ്കിൽ മാർവൽ കമ്പൈൻസ് ഡൺസ് ഇൻ്റലക്ച്വൽ പാഷൻ വിത്ത് ജോൺസൺസ് ക്ലാരിറ്റി ആൻഡ് പോയ്സ്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റൈലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ മറ്റുള്ള പോയറ്റുമായി കമ്പയർ ചെയ്തിട്ടുള്ള ക്രിട്ടിക്കൽ അനാലിസിസ് ഒക്കെ അദ്ദേഹത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിസ് പോയട്രി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ മിക്സ് ഓഫ് ഇൻ്റലക്ച്വൽ ഇൻറ്റൻസിറ്റി ആൻഡ് ലിറിക്കൽ ബ്യൂട്ടി. ഫേമസ് ആയിട്ടുള്ള പോയംസ് ടു ഹിസ് കോയ് മിസ്ട്രസ് ആൻഡ് ദ ഗാർഡൻ. And his style is both a culmination of metaphysical poetry and a unique contribution. ഇനി നമ്മൾ നെക്സ്റ്റ് ടു അതർ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, റിച്ചാർഡ് ക്രാഷ്യോ ആൻഡ് തോമസ് കാരിയോ. റിച്ചാർഡ് ക്രാഷ്യോൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്റ്റെപ്സ് ടു ദ ടെമ്പിൾ, പിന്നെ അതേപോലെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള സ്ട്രൈക്കിംഗ് കൺസീറ്റ്സുകൾ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇമോഷണൽ ആൻഡ് ലിറിക്കൽ ഇൻറ്റൻസിറ്റി. ദെൻ റിലീജിയസ് ഫീവർ ആൻഡ് ഫയർ, അതായത് റിലീജിയസ് തീംസ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ആൻഡ് ലിറിക്കൽ ഇൻറ്റൻസിറ്റി അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ
എടുത്തു പറയുന്ന ഒന്നാണ്. അതുപോലെ ഹിസ് പോയട്രി ഈസ് മോർ എബൌട്ട് ഫീലിംഗ് ആൻഡ് ഡിവോഷൻ ദാൻ ഇൻ്റലക്ച്വൽ കോംപ്ലക്സിറ്റി. കൂടുതലായിട്ടും ഒരു ഡിവോഷണൽ ടോൺ അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഒരു ആത്മീയത അല്ലെങ്കിൽ ഡിവൈൻ സ്പിരിറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ സ്പെഷ്യാലിറ്റിയാണ്. ദെൻ തോമസ് കാരൂ ആൻഡ് ഹിസ് മോസ്റ്റ് ഫേമസ് പോയംസ് ഷോക്കേസസ് ലിറിക്കൽ എബിലിറ്റി ആൻഡ് എമോറസ് തീംസ്. അദ്ദേഹത്തിൻ്റെ കീ ഫീച്ചേഴ്സ്, റൈറ്റിങ്ങിൻ്റെ കീ ഫീച്ചേഴ്സായിട്ട് എടുത്ത് പറയുന്നത് റിച്ച് ഫാൻസി ആൻഡ് ഇമാജിനേറ്റീവ് ഇമേജറി, അതുപോലെ ലിറിക്കൽ സ്പോണ്ടേനിറ്റി, വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഗോൾഡൻ ഡിക്ഷൻ, നമ്മൾ പദാവലി എന്ന് പറയുന്നത് പദങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ളതായിരിക്കും. നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, പക്ഷേ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയട്രിയുടെ എക്സാമ്പിൾസാണ് ആസ്ക് മീ നോ മോർ, എ ബ്യൂട്ടിഫുൾ എമോറസ് പോയം വിത്ത് വിവിഡ് ഇമേജറി. സോ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് റിച്ചാർഡ് ഗ്രാഷ്യോനെയും അതുപോലെ തോമസ് കാരൂ, 2 other poets, and Richard Cashew's Temple, Steps to the Temple blends secular and religious themes with emotional lyrical intensity, while Thomas Carew's poems showcases amorous themes, rich imagery and polished diction, anticipating neoclassical poets. Then Abraham Cowley, 17th century English poet, essayist and playwright, was a true Renaissance man. He began writing poetry at age 10, publishing his first collection, Poetical Blossoms, at 15. And Cowley's notable works include The Mistress, a collection of love poems, and the Pindaric Odes, which introduced the Pindaric form to English literature. He is considered the last metaphysical poet, blending intellectual depth with classical influences, and his poetry often explored themes of love, nature, science, showcasing his versatility and wit. നേരത്തെ നമ്മൾ പറഞ്ഞ റൈറ്റേഴ്സിൻ്റെയൊക്കെ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മെറ്റാഫിസിക്കൽ സ്റ്റൈലിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ് ദ മിസ്ട്രസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് മുന്നേ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് പിൻഡാരിക് എന്ന് പറയുന്ന ഒരു ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പിൻഡാരിക് ഓഡ്സ് എന്ന് പറയുന്ന വർക്കിലൂടെയാണ്. ഹി ഈസ് കൺസിഡേർഡ് ദ ലാസ്റ്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആൻഡ് എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ജോൺ ഡൺ. Then his poetry blends pity, fantasy, conceits, and Pindarism, showcasing his intellectual depth. And his lyrics are often sweet and graceful. അപ്പോൾ നമ്മൾ ജനറലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ഓരോ വർക്ക് എടുക്കുന്ന സമയത്തും ഓരോ റൈറ്റേഴ്സിൻ്റെയും സ്റ്റൈലിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ പോയറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ ലൈൻസുകൾ, അതേപോലെ അദ്ദേഹം ഉപയോഗിക്കുന്ന കൺസീറ്റ്സുകൾ, അതേപോലെ പിൻഡാരിക് ഫോം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള സ്പെഷ്യാലിറ്റി, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് വ്യത്യസ്തമായ ഫീൽഡിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഓരോ പോയട്രി നമ്മൾ വായിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ കൂടുതലും അദ്ദേഹത്തിൻ്റെ ലൈൻസൊക്കെ വളരെയധികം ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ, വളരെ സിമ്പിളായി എന്നാൽ വളരെ നല്ല പ്രസൻറ്റേഷനാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്തു പറയുന്നത്. പിന്നെ അതിലും അദ്ദേഹം എഴുതുന്ന പോയംസിലെല്ലാം തീംസ് ഓഫ് ലവ്, അതുപോലെ നേച്ചർ, സയൻസ്, ഡിഫറെൻ്റ് ആയ ഫീൽഡ് ഓഫ് സ്റ്റഡി അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. 17th സെഞ്ച്വറിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. അതിനകത്ത് ആരൊക്കെയാണ് ആ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുന്നത്? അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഓഫ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത് 1-2 പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഓരോ റൈറ്റേഴ്സിൻ്റെയും വർക്കിൻ്റെ സ്പെഷ്യാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, എന്നാൽ സിമിലറായ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പോയട്രിയുടെ കോമൺ ഫീച്ചേഴ്സ് എല്ലാവരിലും ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്നും ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ചില ആളുകൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ട്രഡീഷനെ മാത്രം ഫോളോ ചെയ്യുമ്പോൾ ചില ആളുകൾ മറ്റൊരു ട്രഡീഷനെ ഫോളോ ചെയ്ത് അത് ബ്ലെൻഡ് ചെയ്തിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഓരോ റൈറ്റേഴ്സിനും ഓരോ സ്പെഷ്യാലിറ്റിയാണ് ഉണ്ടായിരിക്കുക. അതെല്ലാം വളരെ ഷോർട്ടാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്തിട്ട് എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് കൂടുതലായിട്ടും പോയിൻറ്റ്സ് ഉൾപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.